ഗുഡ് ബാഡ് അഗ്ലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ആറാട്ട് എന്ന സിനിമ നമുക്ക് എല്ലാവർക്കും അറിയാം. തക തലയുടെ വിളയാട്ടം ശരിക്കും കണ്ടത് ഇന്നാണ് ഞാൻ ഗുഡ് ബാഡ് അഗ്ലിയിലൂടെ. തല എന്ന് പറയരുതെന്നൊക്കെ അജിത് കുമാർ ഇതിനു മുമ്പേ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ സിനിമയിൽ തന്നെ നമുക്കറിയാം നല്ല രീതിയിലുള്ള റെഫറൻസുകൾ വന്നിട്ടുണ്ട്. സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെ റെഫറൻസുകളുടെ ഘോഷയാത്രയാണ്. അതായത് അജിത് കുമാറിൻ്റെ ഓരോ സിനിമകളിലും എണ്ണി പറഞ്ഞിട്ടുള്ളൊരു ഘോഷയാത്രകളാണ്. അത് പാട്ടിൻ്റെ രൂപത്തിലായിരിക്കും, BGM-ൻ്റെ രൂപത്തിലായിരിക്കാം, ഡയലോഗിൻ്റെ രൂപത്തിലായിരിക്കാം, അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിച്ച മറ്റ് നടന്മാരുടെ റെഫറൻസിലൂടെ ആയിരിക്കാം. അങ്ങനെ ഒരു ഓൾ ഇൻ ഓൾ ഇതൊരു തലയുടെ വിളയാട്ടം, തല ഷോ മാത്രമാണിത്. സിനിമയുടെ ഒരു വീക്ക് പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ പറയാൻ പറ്റുമെങ്കിൽ ഒരു വളരെ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു സ്റ്റോറി ലൈനാണ് സിനിമയ്ക്ക് വന്നിട്ടുള്ളത്. അത് നമ്മൾ ട്രെയിലർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഒരു ഗാങ്സ്റ്റർ വിത്ത് എ പാസ്റ്റ്, പുള്ളിക്ക് സ്വന്തമായിട്ട് ഫാമിലിക്ക് വേണ്ടിയിട്ട് ഇതെല്ലാം ഉപേക്ഷിക്കുന്നു, എന്നാൽ പിന്നെ ഫാമിലിക്ക് എന്തെങ്കിലും സംഭവിക്കുന്നു, എന്നാൽ പിന്നെ രണ്ടും കൽപ്പിച്ച് ഇറങ്ങുന്നു എന്നുള്ളൊരു സ്റ്റോറി ലൈനാണ്. പക്ഷേ ഇതിൻ്റെ സ്റ്റോറി ലൈനിനോ ഇതിനൊന്നും ഒരു പ്രസക്തിയില്ല. കാരണം നിങ്ങളൊരു അജിത് കുമാർ ഫാൻസ് ആണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇന്നാണ് പൊങ്കൽ. സത്യം പറഞ്ഞാൽ അജിത് കുമാർ ഫാൻസിന് ഇന്നാണ് പൊങ്കൽ. അങ്ങനെ വിചാരിച്ചാൽ മാത്രം മതി. ഒത്തിരി കഥാപാത്രങ്ങൾ സിനിമയുടെ കൂടെ തന്നെ വന്നു പോകുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ പ്രസന്ന വരുന്നുണ്ട്, തൃഷയുണ്ട്, പിന്നെ നമ്മുടെ റെഡിങ് കിങ്സ്ലി ഉണ്ട് കേട്ടോ ഈ സിനിമയ്ക്കകത്ത്. അത് തന്നെയാണ് പുള്ളിയുടെ സ്ഥിരം പരിപാടിയാണ്. പക്ഷേ എന്ത് ചെയ്യാം, പുള്ളിയുടെ അതൊരു യുണീക്ക് സ്റ്റൈലായിരിക്കാം. അത് ആ സെയിം ഡയലോഗ് ഡെലിവറി തന്നെയാണ് ഇതിനകത്തുള്ളത്. പിന്നെ അർജുൻ ദാസ് ഉണ്ട്, അങ്ങനെ കുറേ പേര് സിനിമയ്ക്കകത്തുണ്ട്. പക്ഷേ ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു ട്രോള് പോലും നമുക്കിപ്പോൾ എല്ലാവർക്കും അറിയാം. ഒഡീസയിൽ നിന്നുള്ളൊരു ട്രോൾ സോങ് ഇടയ്ക്ക് ഫേമസ് ആയിരുന്നു. അത് തമിഴ്നാട്ടിൽ ഭയങ്കര ഫേമസ് ആയിരുന്നു. അതുപോലെ ഉപയോഗിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ തന്നെ വേറെ സിനിമകളിലെ പാട്ടുകൾ ഈ സിനിമയ്ക്കകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അതും വളരെ നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. അങ്ങനെ അജിത്ത് സ്വന്തമായിട്ട് തന്നെ എനിക്ക് തോന്നുന്നു സംവിധായകൻ അജിത്തിൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ നിങ്ങൾ ഇതിനകത്ത് കൈ കടത്തരുത്, ഞാൻ പറയും നിങ്ങളുടെ അടുത്ത് അഴിഞ്ഞാടണോ വേണ്ടെന്ന്. ഞാൻ അഴിഞ്ഞാടാൻ പറഞ്ഞാൽ നിങ്ങൾ അഴിഞ്ഞാടണം. അങ്ങനത്തെ രീതിയിൽ പുള്ളിനെ അഴിഞ്ഞാടാൻ വേണ്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പുള്ളി ഇങ്ങനെയൊക്കെ അഭിനയിക്കുമെന്ന് തന്നെ എനിക്ക് സംശയിച്ചു. അജിത്ത് തന്നെയാണ്, നമ്മൾ സാധാരണ കാണുന്നത് അജിത് കുമാർ തന്നെയാണ്. എനിക്ക് തോന്നുന്നത് അങ്ങനെ തന്നെയാണ്. ഈ സംവിധായകൻ പറഞ്ഞിട്ടുണ്ടാണ്, സംവിധായകൻ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഫാൻ ബോയ് ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടാണ്, അജിത് കുമാർ സാർ നിങ്ങൾ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല, ഞാൻ പറഞ്ഞ പോലെ ചെയ്യണമെന്ന് പറഞ്ഞാൽ പുള്ളീനെ നിർബന്ധിപ്പിച്ച് ചെയ്തെടുത്താണെന്ന് തോന്നുന്നു. പക്ഷേ എന്തുകൊണ്ടോ ഇങ്ങനെയുള്ള സിനിമകളും വരണം. പിന്നെ സിനിമയെക്കുറിച്ച് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ലോജിക്ക് നോക്കാതെ ഒരു പ്രത്യേക യൂണിവേഴ്സിൽ നടക്കുന്ന രീതിയിലുള്ളൊരു സബ്ജക്റ്റാണ്. അത് അങ്ങനെയൊന്ന് കണ്ട് ആ ഒരു വൈബ്, പ്രത്യേകിച്ച് സിംഗിൾ സ്ക്രീൻ തിയേറ്ററിൽ ഞാൻ കണ്ടത് ഒരു സിംഗിൾ സ്ക്രീൻ തിയേറ്ററിലായിരുന്നു, ഒരു ഫാൻ ഷോ കൂടെ ആയിരുന്നു. അപ്പോൾ എനിക്ക് ആ ഒരു വൈബ് നല്ല രീതിയിൽ തന്നെ കണക്റ്റായി. അപ്പോൾ എനിക്ക് തീർച്ചയായിട്ടും ഈ ഒരു സിനിമ ഇഷ്ടപ്പെട്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനത്തെ സിനിമയാണ്. ഈ സിനിമയ്ക്കകത്ത് നോക്കിയിട്ട് ലോജിക്കോ അല്ലെങ്കിൽ അതൊന്നും നോക്കേണ്ട കാര്യമില്ല. കാരണം ഇത് പുള്ളിയുടെ ഒരു സ്ക്രീൻ പ്രസൻസ് മാത്രം, അതിനുവേണ്ടി മാത്രമുള്ള ഒരു സിനിമയാണ്. ഇതാണ് സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായം. അടിപൊളി. ഒരു കംബാക്ക് തന്നെ പറയാം. നിങ്ങൾ ലോജിക്ക് മറന്നിട്ട് നിങ്ങൾ വരുമ്പം പട്ടം ഓണാണ്. ഇസ് ബാക്ക്, അങ്ങനെ തന്നെ പറയാം. പടം കിടിലം പടം, അടിപൊളി പടം. 10 പൈസ കൊള്ളൂല, സത്യമായിട്ട് 10 പൈസ കൊള്ളൂല. ഇതൊക്കെ പടം എന്ന് പറഞ്ഞാൽ കാണാൻ നമ്മളാണ് ആദ്യം അടിക്കുക. വെറുതെ ബ്രോ ഒന്നുമില്ല ബ്രോ. ചുമ്മാ 4 സീൻ എഴുതി വെച്ചിട്ട് പടം എടുത്ത പടമാവോ? ചുമ്മാ 4 സീൻ എഴുതിയിട്ട് ഇത് പടം എന്ന് പറഞ്ഞാൽ പടമൊന്നും ആവില്ല. സിനിമയ്ക്കായിട്ടുള്ളൊരു വാല്യൂ ഉണ്ട്, അത് നശിപ്പിക്കേണ്ട രീതിയിൽ നമ്മൾ പടത്ത് വെച്ചിരിക്കും. ഗുഡ് ബാഡ് അഗ്ലിയുടെ റിവ്യൂ ആണ് പറയണം. ഇത് ഞാൻ സീരിയസ് ആയിട്ട് പറയണം. ഈ ഫാൻസുകാർക്ക് അജിത്ത് ഇഷ്ടപ്പെടുന്ന അജിത്തിൻ്റെ ഫാൻസുകാർ മാത്രം പടം കണ്ടാൽ മതിയാ. ബാക്കി ഫാമിലി ഓഡിയൻസ് ആരും പടം കാണണ്ടേ. ഒരു 10 ഫാൻസ് കണ്ടിട്ട് നല്ല പടം എന്ന് പറഞ്ഞാൽ നല്ല പടം ആവില്ല. വെറും മോശം സിനിമ. തലയൊക്കെ വേദനിച്ചിട്ട് പോയി ആ സിനിമ കണ്ടിട്ട്. അത്രയ്ക്ക് മോശം സിനിമ. ചുമ്മാ 4 പേര് നല്ലതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഫാമിലിയൊക്കെ റിവ്യൂ കണ്ടിട്ട് ഇനി വരാനുള്ളതാണ്. ഫാമിലിക്കൊന്നും കാണാൻ പറ്റിയ പടമൊന്നുമില്ല. ഫാൻസിന് മാത്രമാണെങ്കിൽ ഒരു പ്രത്യേകം ഫാൻസിന് മാത്രം എന്ന് പറഞ്ഞാൽ എഴുതിയിട്ട് പടം ഇടണം, ഇല്ലെങ്കിൽ പടം ഇടരുത്. കൊള്ളൂല, ഒന്നും ഒരു തേങ്ങയില്ല. കുറേ വെടിയും പൊക്കെ മാത്രമുണ്ട്. മോശം സിനിമ, വളരെ മോശം. സൂപ്പർ പടം, സൂപ്പർ. ഫാൻസുകൾ പറയും, പല കുട്ടികൾ പറയും. ഞാൻ കണ്ടതിൽ സൂപ്പർ പടമാണ്. സൂപ്പർ ബമ്പ കിടിലം. നിങ്ങൾ ഒന്ന് കണ്ടു നോക്ക്, പടം കണ്ട് ഇത് അസൂയാണ്. വിജയുടെ ഫാൻസ് ആയിരിക്കും അസൂയായിട്ട് പറയുന്നതാണ് പറയുന്നത്. വിജയൻ അസൂയായിട്ട് പറയുന്നതാണ്. ഈ അജിന്റെ പടം അസൂയായിട്ട് പറയുന്നത്. കിടുക്കം പടം എന്ന് പറഞ്ഞാൽ ആ ഫാൻസിന് ആഘോഷിക്കാനുള്ള സാധനം പുള്ളി കുറേ കാലം കൂടി വീടാവിമർശയിലൊക്കെ ഉണ്ടാക്കിയ ആ ഒരു സങ്കടം ഇതിൽ പുള്ളി അങ്ങ് തീർത്തിട്ടുണ്ട്. കിട്ടില്ല അയാളുടെ സ്വാഗ്, പണ്ടത്തെ സ്വാഗ് തിരിച്ചു കൊണ്ടുവന്നു പുള്ളി തന്നെ അതിൻ്റെ അകത്ത് അങ്ങ് പറയുക. കിടുക്കം പടം. ഒരു രക്ഷയില്ല.
പൊളിച്ചിരിക്കുന്നു. ഒരു രക്ഷയില്ല ബ്രോ. മൊത്തത്തിൽ AK ഷോ തന്നെയാണ്. AK ഷോ തന്നെയാണ്. പുള്ളിയുടെ തിരിച്ചുവരവ് എല്ലാം ഗംഭീരം, ഒന്നും പറയില്ല. படம் கொள்ளலாம். എന്താണ് ഇഷ്ടപ്പെട്ടത്? இஷ்டப்படும். അജിത്തൊക്കെ എങ്ങനെയുണ്ട്? தலை மாஸ். படம் பக்கா சூப்பராக இருக்கு படம். அஜித் எப்படி இருக்கு? அஜித் சூப்பராக இருக்கு. நிறைய கெட்டப்பு சான்ஸே இல்லை படம். பிஜிஎம் வச்சு ஜிவி பிரகாஷ்குமார் வேற லெவல் பண்ணிட்டாரு. ஆதிக்கிற வச்சிருந்தாரு. மார்க்கண்டே நீங்கள் தான் பார்த்தேன். அதுக்கப்புறம் அந்த படம் முடியல. ரொம்ப தரமான AK தாங்க படம் ஃபுல்லாக. அவர் தாங்க வாழ்ந்திருக்காரு இந்த படத்தில். அந்த மாதிரி சூப்பர். അജിത്ത് പൊളി പടം നല്ലായിരുന്നു ബ്രോ. സൂപ്പർ. അജിത്തൊക്കെ എങ്ങനെയുണ്ട്? പക്കാ ക്ലാസ് പടം. ഒരു രക്ഷയില്ല. രോമാഞ്ചമാണ് ഫുള്ള്. എന്താണ് എടുത്തു പറയാനായിട്ടെന്നുള്ള പടത്തിൽ? മൊത്തം അജിത്തിൻ്റെ ഒരു പൂണ്ട് വിളയാട്ടം. ഞാൻ വിജയ് ഫാനാണ്. പക്ഷെ പടം സൂപ്പറാണ്. അജിത്തിനെ ഇഷ്ടമാണോ? അജിത്തിനെ ഇഷ്ടമാണ്. ഫാൻസിനുള്ള എല്ലാം പടത്തിലുണ്ട്. അണ്ണാ ഒരു ജയ് വിളിക്കോ. ജയ് ജയ് ജയ്.